സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദൈവജന പഠനത്തിലേക്ക് ക്രിസ്തുവേശു നിസ്തുല്യ നാമത്തിൽ ഹാർദമായ സ്വാഗതം ആശംസിക്കുകയും ക്രിസ്തുവേശുള്ള എന്റെ വന്ദനത്തെ അറിയിക്കുകയും ചെയ്യും. വളരെ താല്പര്യത്തോടെ ആവേശത്തോടെ ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നന്ദിയോടെ ഓർക്കുകയും എല്ലാവരും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കേണ്ടതിന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത കുറച്ചും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞും കഴിയുന്നത്ര ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയും മുന്നോട്ട് പോകുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ വിഷയം ആരാധന എന്നുള്ളതാണല്ലോ. അങ്ങോട്ട് വരുന്നതിന് മുൻപ് ഇതൊരു ക്ലാസ് ആയതുകൊണ്ടും ഗൗരവം കൊടുക്കേണ്ട പല കാര്യങ്ങളിലും ഞാൻ ഗൗരവം കൊടുത്തു പോകേണ്ടത് ആവശ്യമാകയാലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രാരംഭത്തിൽ ഓർപ്പിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടും. നമ്മുടെ ഇടയിൽ വലിയ വിപത്ത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഒരു വാണിംഗ് എന്ന വണ്ണം പറഞ്ഞു പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എന്തിനും ഏതിനും സോഷ്യൽ മീഡിയ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു നിലവാരത്തിൽ നമ്മുടെ ജീവിതം വന്നെത്തി നിൽക്കുന്നു. ഒരു 80% പല കാര്യത്തിലും നമുക്ക് സോഷ്യൽ മീഡിയയുടെ സഹായം വേണ്ടി വരുന്നു എന്നുള്ളത് ഇപ്പൊ യാഥാർത്ഥ്യം. അതിനെ വിസ്മരിക്കാൻ ഒക്കുകയില്ല. എന്നാൽ ഗുണമുള്ളപ്പോൾ തന്നെ അതിൻ്റെ ഇരട്ടി ദോഷങ്ങൾ ഇത് വരുത്തി വെക്കും. എല്ലാ ദോഷങ്ങളെയൊന്നും ക്ലിയർ ചെയ്യാൻ നമുക്ക് അവകാശമോ അതിനുള്ള റൈറ്റോ നമുക്കില്ല. എന്നാൽ ആത്മീയ തലത്തിൽ അപകടമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ അതങ്ങനെയല്ല ഇങ്ങനെയാകുന്നു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു ബാധ്യത എനിക്കുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് വരുന്നു. ഒന്നുകൊണ്ട് പേര് ചില വീഡിയോസ് കണ്ടിട്ട് എന്നോട് അഭിപ്രായം ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വളരെ വ്യാപകമായി വരുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു ദൈവദാസൻ, അങ്ങനെ വിളിക്കുന്നതിൽ ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഒരു ദൈവദാസൻ പറഞ്ഞു, താനൊരു ഉപവാസ പ്രാർത്ഥനയിലാണ്, 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം കണ്ടാണ്. അപ്പോൾ താൻ വളരെ ആത്മനിറവോടുകൂടെ ശുശ്രൂഷിച്ചു വന്ന് പറയുന്നു, ലാസർ മരിച്ചു, നാറ്റം വെച്ചു, 4-ാമത്തെ ദിവസം കർത്താവ് വന്നു, കല്ലറ വാതുക്കുന്ന കല്ലുരുട്ടി മാറ്റി ലാസറിനെ പുറത്തു കൊണ്ടുവരുവാൻ തന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിഞ്ഞു. നോ റോങ് അറ്റ് ഓൾ. അതിനകത്തൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷെ അടുത്ത വാചകം പോലെ കുഴപ്പമുണ്ടാക്കുന്നു. ഈ ദിവസങ്ങളിൽ മൊബൈൽ മോർച്ചറിയുടെ ഗ്ലാസ് പൊട്ടിച്ച് അതിനെ തകർത്തുകൊണ്ട് മരിച്ച പല ചാടി എഴുന്നേക്കാൻ പോവുകയാണ്. നിങ്ങളെന്താണ് ആമേൻ പറയാത്തത് അദ്ദേഹം ചോദിക്കുമ്പോൾ ആളുകളെല്ലാം ആവേശത്തോടെ ആമേൻ പറയുന്നു, ഹല്ലേലൂയ പറയുന്നു, അന്യഭാഷ പറയും. ഞാൻ ഒരിക്കൽ ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വളരെ വിശദമായി നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. എങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത്, ആ പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി ഒരിക്കൽ ഞാൻ പറഞ്ഞാണ്. ഞാൻ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചാൽ എന്നിട്ട് അദ്ദേഹം പറയുന്നത് അതിന് ആമേൻ പറയുന്ന, അതിന് യേസ് പറയുന്ന ഒരു തലമുറ. ഒന്നുണ്ട് സഹോദരന്മാർ മുമ്പോട്ട് വന്നപ്പോൾ അദ്ദേഹം പറയുന്നു, ഇങ്ങനെയുള്ള വട്ടന്മാരായ ആളുകളെയാണ് ദൈവത്തിന് ആവശ്യം. കർത്താവിന് വേണ്ടി ഒന്നും നോക്കാതെ എടുത്തു ചാടുന്ന ചില പോഷന്മാർ, വട്ടന്മാരെയാണ് ദൈവത്തിന് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ ജനമെല്ലാം ഒന്നുകൂടെ ആത്മാവിൽ നിറഞ്ഞ് കൈകൊട്ടുന്ന രംഗം ഞാൻ കണ്ടു. എനിക്കറിയാം നിങ്ങളിൽ പലരും ഈ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. ഞാനായിട്ട് ഇപ്പൊ പറഞ്ഞാണ് നിങ്ങൾ ഇത് അറിയുന്നുള്ളതാണ് സത്യം.
എനിക്കതറിയാം, എനിക്ക് ആ തിരിച്ചറിവില്ലാതല്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഇത് പറയാൻ കാരണം നാളെ എങ്ങനെയും കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ കയ്യിലും വരാൻ സാധ്യതയുണ്ട്. അന്നേരം കുഴഞ്ഞു പോകാതിരിക്കുന്നതാണ് ഞാൻ ഇപ്പോഴേ ഇത് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. അദ്ദേഹത്തോട് ഒരു ബ്രദർ പറഞ്ഞെന്നാ പറഞ്ഞ, അച്ഛാ എനിക്കൊരു ദൂത് അച്ഛനോട് പറയാനുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മരിച്ചവർ എഴുന്നേൽക്കാൻ പോകുകയാണ്. എടാ, അതൊരു ദൂതാണ്. കല്ലറുള്ളവെല്ലാം അവന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ എഴുന്നേൽക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞ കാര്യമില്ല, അതൊരു ദൂതാണ്. ഇദ്ദേഹം പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു, മരിച്ചവർ എഴുന്നേൽക്കാൻ പോവുക. നിങ്ങൾ വിചാരിക്കും ഞാൻ അതിനെതിരാണെന്നോ? ഞാൻ പറഞ്ഞു ഇപ്പൊ എഴുന്നേൽക്കാമെങ്കിൽ അത്രയും നല്ലത്. ഇപ്പൊ ആരെങ്കിലും എഴുന്നേൽപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ 100-200% കൂട്ടത്തെ കൂടാ. നമ്മിന്ന് വാങ്ങിപ്പോ ഒരാളെ കാണാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ? ഞാൻ അതിനെതിര് പറയാൻ തോന്നുന്നുണ്ടോ? പക്ഷെ എന്റെ ചോദ്യം, ഈ എഴുന്നേറ്റ് വന്നിട്ട് എന്താ കാണിക്കാനാ? തിരുവെട്ട് പറയുന്നു, നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. ഇപ്പൊ റെസ്റ്റിന് വേണ്ടി പറഞ്ഞു വിടുക. ഇവര് പറഞ്ഞു ഒരു കാരണവശാലും റെസ്റ്റ് സമ്മതിക്കുകയല്ല, കുറെ കൂടെ കഷ്ടപ്പെടുത്തുന്ന പറയുന്നത്. ഇതിന്റെ പ്രശ്നം എന്തെന്നറിയാമോ? നമ്മുടെ സഭകളിലൊക്കെ പറ്റുന്ന കുഴപ്പം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ, ഞാനൊരാൾ മാത്രം കിടന്ന് ബഹളം വെച്ചാൽ ഒന്നും നടക്കാൻ പോകുന്ന എനിക്കറിയാം. എങ്കിലും എന്റെ മനസ്സിൽ വേദന കൊണ്ട് ഞാൻ പറയാം, മരണം എന്താണെന്നോ അതുകൊണ്ട് തിരുവെഴുത്ത് എന്താണ് അർത്ഥമാക്കുന്നതെന്നോ, ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകയാൽ ആ മരണസമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നുവെന്നോ, അതിലൂടെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്നോ പദ്ധതി ഇട്ടിരിക്കുന്നൊന്നും ജനത്തിന് ഒരു പിടിയില്ല, ഒരു ഐഡിയ ഇല്ല. പെന്തക്കോസ്തുകാർക്ക് പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ഒന്ന്, മരണാന്തര ജീവിതം സംബന്ധിച്ചുള്ള പഠിപ്പിക്കൽ നമ്മുടെ സഭയിലില്ല. രണ്ട്, കുടുംബം, ഫാമിലി അതെന്താണ്, ദൈവത്തെ സ്ഥാപിക്കപ്പെട്ടത് അതെന്താണ്, അത് നമ്മൾ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യുകയല്ല. ആ കുടുംബം എന്താന്ന് പറഞ്ഞ കല്യാണത്തിന്റെ ഒന്നാണ്. മരണം സംബന്ധിച്ച് ആരെങ്കിലും മരിക്കുമ്പോൾ ഒരാൾ പറയും നിത്യതയിൽ പോയി, വേറൊരാൾ പറഞ്ഞ് കർത്താവിൽ മറഞ്ഞിരിക്കുന്നു, വേറൊരാൾ പറഞ്ഞ് വിശ്രമത്തിനായി പോയി, വേറൊരാൾ പറഞ്ഞു സ്വർഗത്തിൽ പോയി, മറ്റൊരാൾ പറയുന്നു കഷ്ടതയും ബുദ്ധിമുട്ടും വേദനയില്ലാത്ത ഈ ദേശം വിട്ട് ഇമ്പങ്ങളുടെ പർദീസയിലേക്ക് പോയി. ഇപ്പൊ ഇമ്പങ്ങളുടെ പർദീസയിലാണോ, നിത്യതയിലാണോ, സ്വർഗത്തിലാണോ, ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയാണോ, എവിടാണ് ഒരു പിടി? വരുന്നവരെല്ലാം ഓരോരുത്തരും ഓരോ രീതി പറഞ്ഞേച്ചു പോയി. നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പറും വെച്ച് മുഖം തുടച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ ആ കൂടെ അറിയാം, കാഹളം മുഴങ്ങുമ്പോൾ മിക്കവാറും ഇവിടുന്ന് പൊങ്ങും. ഇത്രയേ ഉള്ളൂ. ഇതെപ്പോ സംഭവിക്കും, ആർക്കാണ്? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഓക്കെ, ആരൊക്കെ എടുക്കപ്പെടും? യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നവർ യോഗ്യതകൾ എന്തൊക്കെ ജനത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്? ഇത് എത്രയോ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം. നമ്മളിവിടെ കിടന്ന് ബന്ധന വഴിച്ച് പോരാട്ടവും വ്യാപാരവും. കാരണം വിശ്വാസി വന്ന് കൃപ വന്ന് അന്ന് മുതൽ കേൾക്കുക, മുഴുവൻ ബന്ധനമാണ്, പോരാട്ടമാണ്, വ്യാപാരമാണ്, മുന്നോട്ട് വിടുക, വാതിൽ കെട്ടുക. സ്തോത്രം. ഇത് മാത്രം കേട്ട് എല്ലാ ഞായറാഴ്ച ഇത് തന്നെ, വെള്ളിയാഴ്ചയും ബന്ധന അഴിപ്പ് തന്നെ, ചൊവ്വാഴ്ചയും സാരുമാരുടെ മീറ്റിങ്ങിനും എല്ലാം ഇത് തന്നെ, ഈ ബന്ധന വഴിച്ചും പോരാട്ടം. നിങ്ങൾ വിചാരിക്കും ഞാൻ എതിരായിട്ട് പറഞ്ഞാണെന്ന്? അല്ലല്ല, ഞാൻ എതിരായിട്ട് പറഞ്ഞതല്ല. നമ്മൾ പടപൊരുതി വേണം മുന്നോട്ട് പോകാൻ. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ടാർജറ്റ് അതല്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും അറിയണ്ടേ? ഇപ്പൊ ഫ്ലൈറ്റ് ഇപ്പൊ അടുത്ത ദിവസം സണ്ണിച്ചാൻ അമേരിക്കയ്ക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. എയർപോർട്ടിൽ ചെന്ന് ഏതൊരു ഫ്ലൈറ്റിൽ കയറി എങ്ങോട്ടെങ്കിലും പോയാൽ മതിയോ? പോരാ. ഇപ്പൊ അവിടുന്ന് ബഹറിന് അവിടുന്ന് കയറുന്നെങ്കിൽ അവിടുത്തെ എയർപോർട്ടിലെ സിസ്റ്റം, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ലഗേജസുകളൊക്കെ കൊടുത്ത് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലിയർ ആയി അല്ലേ? ബോഡി ചെക്കിങ്ങും കഴിഞ്ഞു. ബോഡി ചെക്കപ്പ് മാത്രമല്ല, അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നിൽക്കല്ലേ.
നമ്മുടെ ബെൽറ്റ് വരെ ഊരി അവിടെ ബോക്സിനകത്ത് വെച്ചിട്ട് വേണം പോകാൻ. എന്റെ പോക്കറ്റിൽ ഒരു പാക്കറിന്റെ പേന ഉണ്ട്, ആ പേന വിളിച്ചിട്ടോളാൻ പറഞ്ഞു. അതുവരെ പേഴ്സ് സഹിതം എടുത്ത് വെച്ചു കൊടുത്തു. ഇതെല്ലാം പരിശോധിക്കുക. ഞാൻ എന്റെ വിഷയം ഇതല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള കാര്യം ഞാൻ പറയാം. നമ്മളുടെ ഗൾഫിനോ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പേഴ്സ് പരിശോധിക്കുന്നു, സ്കാൻ ചെയ്യുന്നു, ബെൽറ്റ് സ്കാൻ ചെയ്യുന്നു, നമ്മുടെ ബോഡി സ്കാൻ ചെയ്യുന്നു. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ നിന്നാണ് അടുത്ത പരിപാടി. ഞാൻ ഓർക്കുക, തൊട്ടടുത്തൊരു കൊച്ചു രാജ്യത്തേക്ക് പോകണമെങ്കിൽ പോലും ഇതെല്ലാം സ്കാൻ ചെയ്യുമെങ്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ എന്തെല്ലാം സ്കാനിങ് ഉണ്ടായിരിക്കും എന്റെ പൊന്നു പ്രിയരെ. സ്തോത്രം. എല്ലാം ഇപ്പൊ തന്നെ അങ്ങ് പോകുമ്പോൾ റെഡി ആയിട്ടിരിക്കുക. പോകണം, റെഡിയായേ പറ്റൂ, അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. പക്ഷെ ഏതെല്ലാം മേഖലയിൽ അപ്പോ ശ്രദ്ധ പതിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചേ. സ്തോത്രം. നമ്മുടെ എല്ലാം പേഴ്സൺ തമ്പുരാൻ സ്കാൻ ചെയ്യുന്നുള്ളപ്പോ എനിക്ക് മനസ്സിലായി. പോട്ടെ, നമ്മൾ ടോപ്പിക് അതല്ലല്ലോ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ദയവായി നമ്മുടെ ഇടയിൽ വന്നു കൂടാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള തെറ്റായ ദുരാചാരങ്ങളും തെറ്റായ പഠിപ്പിക്കലും കേൾക്കുമ്പോൾ ഒരു കാരണവശാലും അതിന്റെ പുറകെ പോയി നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും ഡൈവേർട്ട് ചെയ്ത് പോകാതിരിക്കാൻ ദൈവമക്കൾ ശ്രദ്ധിക്കണം. അതാ ഞാൻ ഉദ്ദേശിച്ചേ. ഇപ്പൊ എല്ലാവരും പറഞ്ഞ കേരളത്തിൽ വളരെ ഭയങ്കര ഉണർവുണ്ടാകാൻ പോവുകയാണെന്ന്. ഇന്ന് വരെ വലിയൊരു മാനസാന്തരം ജാത്തിലുണ്ടാകാൻ പോകുന്ന ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നമുക്ക് പിന്നെ അത് വേണ്ട, അത് വേറൊരു കാര്യം. ഭയങ്കര ഉണർവ് കേരളത്തിലും ഇന്ത്യയിലും എല്ലാം പടർന്നു പിടിക്കാൻ പോവുകയാണ്. അതിന്റെ ഉണർവിന്റെ വക്താക്കളായി ദൈവം ചിലരെ കണ്ടിരിക്കുന്നു. ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോഴും പറയുന്നതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഡയലോഗ് പറയാൻ കൊണ്ടല്ലോ, എല്ലാ വീഡിയോ പെട്ടെന്ന് ഓണായി എല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കും. കേരളത്തിന്റെ ഉണർവിനായി ഈ തലമുറ ദൈവം നിങ്ങളിൽ ചിലരെ കണ്ടിരിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ മതി. അത് നിങ്ങൾക്ക് അതൊരു തെറ്റായ കാര്യമാണെന്ന് ദൈവം ഉണർവായിക്കുകയാണെങ്കിൽ എന്നെയും അതിൽ ഭാഗവാക്കാകണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പക്ഷെ അതിനേക്കാൾ അത്യാവശ്യം ഉണർവല്ല, അതിനു മുമ്പ് ആഴമേറിയ പാപബോധവും മാനസാന്തരവും അനുതാപവും ഉണ്ടാകണം. ഉണർവുണ്ടായി അനുതാപം ഉണ്ടാകുകയല്ല, അനുതാപവും മാനസാന്തരം ഉള്ള ഇടത്ത് ആത്മിക ഉണർവുണ്ടാകാം. അതിന് ഞാൻ യോജിക്കുന്നു. ഉണർവിലൂടെ അനുതാപവും പാപമോചനവും അല്ല, പാപമോചനം വന്നിടത്ത് മാത്രമേ ഇത് സംഭവിക്കൂ. ബോധ്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? എന്റെ മനസ്സിൽ ഈ കാര്യങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുകയും എനിക്ക് പ്രയാസം ഉളവാക്കുകയൊക്കെ ചെയ്തു. അത് വേറൊന്നും കൊണ്ടുമല്ല, ഒരു വേദപുസ്തകത്തിൽ ഒരു ഏറെക്കുറൊരു ഗ്രാഹ്യമോ നല്ലൊരു ഉറപ്പുമില്ലാത്ത നിഷ്കളങ്കരായ സാധുക്കളായ ദൈവമക്കൾ ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ പിന്നാലെ ഓടാൻ സാധ്യതയുണ്ട്. അത് അവർക്ക് കുഴപ്പമല്ല, അവർക്ക് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. അപ്പോൾ ചിലപ്പം അത് നല്ലതാണെന്നുള്ള ചിന്തയിൽ അതിനെ പിൻപറ്റി പോയാൽ, അതിന്റെ പുറകെ ഓടിയാൽ അത് പിന്നീട് ബുദ്ധിമുട്ടുളവാക്കും എന്നുള്ളതിനാൽ നമുക്ക് ആ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു തിരിച്ചറിവ് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇങ്ങനെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ദയവായിട്ട് പുറകെ ഒന്നും പോവുകയോ അതിനൊക്കെ ആമയം പറയുകയോ അതൊന്നും ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്യാതെ വചനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചാണ് ആ കാര്യം. അതൊക്കെ ദൈവത്തിന്റെ വലിയൊരു പ്രോജക്റ്റിനകത്തുള്ളതല്ലേ. അത് അങ്ങനെ തന്നെ നടന്നോട്ടെ. അപ്പൊ അതുകൊണ്ട് സ്വന്തം പുത്രനെ പോലും മരണത്തിന് എക്സംഷൻ കൊടുത്തില്ലല്ലോ. അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ നമ്മളാരും. അപ്പൊ അതുകൊണ്ട് മരിച്ചവർ ഉയർക്കുന്നതിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പിന്നെ ഇവരില് എഴുന്നേറ്റ് വന്നിട്ട് എന്തോ ചെയ്യാനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാത്ത, എന്താ ഗുണമുണ്ടാകുന്നത്? സ്തോത്രം. ഏതുമാകട്ടെ, ഞാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അതിന്റെ ഒന്നും പുറകെ പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് ആദ്യം അങ്ങ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് നമുക്ക് കുറേ സമയം കളയാനായിട്ടില്ലല്ലോ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ സബ്ജക്റ്റ് യാക്കോബ് മടങ്ങി വന്ന് ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആരാധന എന്ന ടോപ്പിക്ക് നമ്മൾ ഇപ്പൊ നിൽക്കുക.
നമ്മൾ ആരാധന എന്ന വിഷയം എന്താണെന്ന് അറിയാൻ ഞാൻ ഓർപ്പിച്ചു. തിരുവഴുത്തിലെ ഒരു വിഷയത്തിന്റെ ശരിയായ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം നമ്മുടെ മുമ്പിൽ ചോദ്യമായി നിൽക്കുന്ന വിഷയത്തെ ഒരു ഫ്രെയിമിനകത്താക്കി അതിൽ ഉത്തരം കണ്ടെത്തുമ്പോൾ സംശയങ്ങൾ നിവാരണം ചെയ്യപ്പെടുന്നു. ആയതുകൊണ്ട് ആ 4 ഫ്രെയിം എന്താണെന്നുള്ളതാണ് പറഞ്ഞു വന്നത്. 1, അതിന്റെ ജെനസിസ്. 2, അതിന്റെ എറ്റിമോളജി. 3, അതിന്റെ മൊറാലിറ്റി. 4, അതിന്റെ ഡെസ്റ്റിനേഷൻ. ഈ 4ഉം കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ശരിയായ അർത്ഥം കിട്ടും. ഞാൻ അതിന്റെ ആരാധനയുടെ ജെനസിസ് പറഞ്ഞു. രണ്ടാമത് അതിന്റെ എറ്റിമോളജി അത് പറഞ്ഞു വന്നൊരു സമയത്താണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചത്. എറ്റിമോളജി ഞാൻ ഇന്നത് ഒന്ന് വേഗത്തിൽ പറഞ്ഞ് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ആ വിഷയത്തെ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ദൈവം ശ്രദ്ധപ്പെടുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ വിഷയം നമ്മൾ അതിന് ജെനസിസ് പഠിച്ചതിനാൽ ഞാൻ എറ്റിമോളജി പറഞ്ഞു പോകാം. വീഡിയോ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? എനി പ്രോബ്ലം? നോ പ്രോബ്ലം. Can I go ahead? Okay, thank you so much. രണ്ടാമത് അതിന്റെ എറ്റിമോളജി, ആ പദ ഉൽപ്പത്തി, ആ പദം എങ്ങനെയാണ്, ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പദം അതെന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ അതിന്റെ മൊറാലിറ്റിയിലേക്ക് വരാം. ആരാധന എന്നുള്ളതിന്റെ ശരിയായ പദപ്രയോഗം ഹീബ്രു അഥവാ എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം ഷക് ആഹ് എന്നാണ്. ഷക് ആഹ്. ആ പദത്തിന്റെ അർത്ഥമാണ് ദാവീദ് ഉപയോഗിക്കുകയും പറയുകയും ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചത്. 103-ാം സങ്കീർത്തനത്തിൽ ഷക് ആഹ് എന്ന പദത്തിന്റെ അർത്ഥം പൂർണ്ണമായും കവിണ്ണ് വീണ് കിടന്ന് നമസ്കരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ പ്രോസ്കിനിയോ എന്ന പദത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓർക്കുന്നുണ്ടല്ലോ? പ്രോസ്കിനിയോ ഗ്രീക്ക് നമ്മുടെ വിഷയം അല്ലെങ്കിലും മനസ്സിലാക്കാൻ ഞാൻ ഗ്രീക്ക് ഒന്ന് തൊട്ട് പരമാവധി ഞാൻ ഒഴിവാക്കുന്ന ഒരു സാധനമാണ് ഗ്രീക്ക്. എനിക്ക് കൂടുതൽ താല്പര്യം ഹീബ്രു തന്നെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഷക് ആഹ് എന്ന പദത്തിന്റെ അർത്ഥം വീണ് നമസ്കരിക്കുക. ആരെ? ദൈവത്തെ. വീണ് നമസ്കരിക്കുക. വീണ് നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് കസേരയിൽ നിന്ന് ഇറങ്ങി താഴെ വീഴുകയോ അങ്ങനൊന്നും ചെയ്യണ്ട. നിങ്ങൾ കസേരയിൽ ഇരിക്കുമ്പോഴും ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ കാൽക്കൽ വീണ് കിടക്കുക. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അല്ലെ, വീണ് കിടക്കാനാണ് ഷാജി പാസ് പറഞ്ഞത് കൊണ്ട് അങ്ങനെ കവന്ന് കിടന്നാല് ആരാധനയാകൂ എന്ന് ഞാൻ സ്ഥാപിച്ചുകൊണ്ട് വരികയല്ല. അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഷക് ആഹ് എന്ന പദത്തിന്റെ അർത്ഥം വീണ് കിടക്കുക. ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ വീണ് കിടക്കുക. ദാവീദ് അതാ പറഞ്ഞത്, എൻ മനമേ അവന്റെ കാൽക്കൽ വീണ് കിടക്കുക. നമ്മളിപ്പോ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ശരിയായ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ദാവീദാണ് പറഞ്ഞത് ഷക് ആഹ് എന്ന് പറഞ്ഞാൽ കവിണ്ണ വീണ് കിടക്കുക. ഇരിക്കുന്നത് കസേരയിലോ കട്ടിലോ ഒക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷെ ഹൃദയം കൊണ്ട് ആ തൃപ്പാദപീഠത്തിങ്കൽ വീണ് ആപാദ ചൂടം വീണ് കിടന്ന് നമസ്കരിക്കുക. അതിന്റെ പേരാണ് ആരാധന. അല്ലാതെ പാട്ട് പാടുമ്പോൾ തുള്ളുന്നതിന്റെ പേരല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് വേണ്ടെന്നാണോ? അല്ലല്ലല്ല. അങ്ങോട്ട് ഞാൻ അടുത്ത പോർഷൻ വരുമ്പോ അത് ഞാൻ പറയാം. അതിപ്പോ ചെയ്യുന്നതിന്റെ ഇരട്ടി ചെയ്യണമെന്ന് വാദിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ ഒഴിവാക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ ഇത് രണ്ടാണെന്നുള്ള കാര്യം അറിയണം, അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ ഷക് ആഹ് അതാണ് അതിന്റെ എറ്റിമോളജി. വീണ് കിടക്കുക, കവിണ്ണ് വീണ് ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ വീണ് കിടക്കുക. അത് ദാവീദ് ആ കാര്യം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. പദത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു.
ആ പദവും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷക്ക് ആഹ് എന്ന പദത്തിന്റെ അർത്ഥം വീണ് കിടക്കുക, കവിണ്ണ് വീണ് കിടക്കുക. ആരുടെ മുമ്പാകെ? ദൈവം മുമ്പാകെ വീണ് കിടക്കുക, അവന്റെ പാദപീഠത്തിങ്കൽ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നവരായിക്കോട്ടെ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒന്ന് ക്ലിയർ ആയി കിടക്കുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ കട്ടിന് സമീപത്ത് തന്നെ പായിട്ടിട്ട് ഒന്ന് മുട്ടയിലിരിക്കണം. എന്റെ ഹൃദയം കൊണ്ട് തൃപ്പാദപീഠത്തിങ്കൽ കവിണ്ണ് വീഴണം. അതെന്തൊരു എക്സ്പീരിയൻസ്! ഇൻഎക്സ്പ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇൻഎക്സ്പ്ലിക്കബിൾ, ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അവർണ്ണനീയമായ അനുഭവം. ഇതൊക്കെ വീട്ടിൽ പ്രാപിക്കണം, ഹോളിനകത്ത് മാത്രമല്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഞായറാഴ്ച ആരാധനയല്ല, വിശുദ്ധ സഭായോഗമാണെന്നും ആരാധന 3 മണിക്കൂറിനകത്ത് ഒതുങ്ങുന്നതല്ലെന്നും ആരാധന എപ്പോഴാണ് അന്ത്യശ്വാസം വലിക്കുന്ന അന്നേ തീരുള്ളൂ എന്നൊക്കെ ഞാൻ പറയാൻ കാരണം അതാ. ഞാൻ ആ ആരാധന 24/7, 7 ദിവസവും 24 മണിക്കൂറും നടക്കേണ്ട കാര്യം, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനൊരു ടൈം ലിമിറ്റ് ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? എപ്പോൾ വേണമെങ്കിലും ഒന്നും ഹൃദയം ദൈവസ്ലേഖാഗ്രഹമാക്കി മനസ്സുകൊണ്ട് ആ പാദപീഠത്തിൽ വീഴാമെന്നുണ്ടെങ്കിൽ നമ്മെ തന്നെ മതിമറന്ന, പരിസരം മറന്നല്ല, പരിസരം മറന്നുള്ള ആരാധന എനിക്ക് അത്ര യോജിപ്പുള്ള കൂട്ടത്തിലല്ല. വേദോസോടത്തും ആരാധിച്ചവർക്ക് ഈ പരിസരബോധം ഇല്ലാതെ പോയതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പവും കാണിച്ചിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് തർക്കത്തിനും വാദത്തിനുമായിട്ടല്ല ഞാൻ പറഞ്ഞത്, പരിജ്ഞാനത്തോടെ വേണം എന്നുള്ള ആശയത്തിൽ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ 24/7 നടക്കുന്ന കാര്യമാണ് എന്ത്? ഷക്ക് വീണ് കിടക്കുക. അത് ഒറ്റയ്ക്ക് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? എന്തൊരു സുഖവും എന്തൊരു ബലമാണെന്നറിയാമോ? ഞാൻ അടുത്ത ഭാഗങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കാര്യം പിടികിട്ടും. അപ്പൊ ഞാൻ എന്റെ ജെനിസിസ് പറഞ്ഞു, എന്റെ എറ്റിമോളജിയും പറഞ്ഞു. അടുത്ത എന്റെ മൊറാലിറ്റി അല്പം വിശദീകരിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വന്നത്. നമുക്ക് എന്റെ മൊറാലിറ്റി, അതിന്റെ നല്ല വശങ്ങൾ എങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുവന്ന് നോക്കാൻ നമുക്ക് എല്ലാവർക്കും വേദപുസ്തകം തുറക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം എടുത്ത്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവിച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഒന്നുകൂടെ ഞാൻ 23-ാമത്തെ വാക്യം, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ് എങ്കിലും ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണേ. കാണാതെ അറിയുന്ന വാക്യമാണെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് പതിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവിച്ഛിക്കുന്നു. കണ്ടോ? അപ്പോൾ പിതാവിച്ഛിക്കുന്ന ആരാധന എന്തെന്ന് ചോദിച്ചാൽ 23-ാമത്തെ വാക്യം വളരെ ക്ലിയർ ആക്കി തരുന്നു. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പോൾ പിതാവ് ആഗ്രഹിക്കുന്ന ആരാധന, പിതാവ് ആഗ്രഹിക്കുന്ന ആരാധനക്കാർ, ഒന്ന് സത്യ നമസ്കാരികൾ. The true worshipper must worship the Lord in spirit and truth. കണ്ടോ? സത്യ നമസ്കാരികൾ എന്ന് പറയാൻ കാരണം എന്താ? നമുക്ക് ഈ കോണ്ടക്സ്റ്റ് അറിയാം അല്ലേ? 4-ാം അധ്യായത്തിൽ കർത്താവും ശമര്യ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ്. ഞാൻ പലപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത.
21 അധ്യായങ്ങളുള്ള യോഹന്നാന്റെ സുവിശേഷത്തിലെ 21 അധ്യായങ്ങളും മറ്റ് സുവിശേഷകന്മാരാരും പറയാത്ത സംഭവങ്ങൾ മാത്രം പോയിന്റ് ചെയ്തുകൊണ്ടാണ് യോഹന്നാന്റെ രചന മുന്നോട്ട് പോയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യം പറയാം. ഇവരാരും പറയാത്ത കാര്യങ്ങൾ മാത്രം വിവരിച്ചു വന്നിട്ട് 20-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു പരിഭവം പറഞ്ഞ യോഹന്നാൻ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചെയ്ത അനേകം കാര്യങ്ങൾ ഇനിയും എനിക്ക് എഴുതാനായിട്ടും വർണ്ണിക്കാനായിട്ടും ഉണ്ട്. പക്ഷെ അതെല്ലാം കൂടെ വിവരിക്കാൻ പോയ ലോകത്തിൽ തന്നെ ഒതുങ്ങില്ല. അവിടെ ഞാൻ ഇപ്പം തൽക്കാലം ഇതിനകത്ത് അങ്ങ് ഒതുക്കുക എന്ന് പറഞ്ഞ 20-ാം അധ്യായം യോഹന്നാൻ ഒതുക്കുന്നത്. അപ്പൊ 21 അധ്യായത്തിലും സബ്ജക്റ്റ് വ്യത്യസ്തമാണ്. ഞാൻ മുൻപ് ഓർപ്പിച്ചിട്ടുണ്ട്. ഒന്നാം അധ്യായത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ തന്നെ മുഴുവൻ കുഴഞ്ഞു. ആ പരിഭാഷ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നായിരുന്നില്ല അത് പരിഭാഷപ്പെടുത്തേണ്ടത്. പക്ഷേ പരിഭാഷകരാരൊക്കെയായിരുന്നു എന്നുള്ള ഞാൻ പലയാവർത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് അത്ര അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. അതനുസരിച്ചാണ് അവർ പരിഭാഷപ്പെടുത്തിയത്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നല്ല പരിഭാഷപ്പെടുത്തേണ്ടിയിരുന്നത്. ആദിയിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു, ദൈവപുത്രൻ ദൈവത്തോടുകൂടെ ആയിരുന്നു, ദൈവപുത്രൻ ദൈവമായിരുന്നു. കണ്ടോ? ഇതറിയാതെയാണ് അത് ലോഗോസ് ആണെന്നും പറഞ്ഞ് കൊണ്ടുപോയത്. അതൊക്കെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ അതിന് പുറകെ പോകുന്നില്ല. എന്റെ സ്വഭാവം ഞാൻ ഇന്നാളും പറഞ്ഞില്ല. ആരെങ്കിലും തർക്കിക്കാൻ വന്നാൽ അങ്ങനെയാണ്, ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൈ കൂപ്പുന്ന രീതി എനിക്കുള്ളൂ. അന്നേരം തന്നെ അവിടെ നിന്നുകൊണ്ട് വാക്കില്ല തെളിവഴിച്ചത് അതെല്ലാം പൗലോസ് ചെയ്തപോലെ വാദിച്ചും സംവാദിച്ചും തർക്കിച്ചും തെളിയിക്കുന്ന അതിനുള്ളൊരു കപ്പാസിറ്റി ഒന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ കൂടെ അങ്ങ് പോവുള്ളൂ. അത് പരിഭാഷപ്പെടുത്തേണ്ടത് അങ്ങനെയായിരുന്നു. ആദിയിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു, ദൈവപുത്രൻ ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവപുത്രൻ ദൈവമായിരുന്നു എന്നാണ് യോഹന്നാൻ പറയേണ്ടിയിരുന്നത്. യോഹന്നാൻ, ഞാൻ യോഹന്നാൻ നല്ല പറഞ്ഞു. ആ ശബ്ദം കേൾക്കണം, യോഹന്നാൻ. അതാണ് കറക്റ്റ് ഉച്ചാരണം. മനസ്സിലായല്ലോ? ഞാൻ ഈ പറഞ്ഞതുപോലെ ആ വാക്കൊന്ന് പരിഭാഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഒട്ടനവധി ദുരുപദേശങ്ങളിലും വചനവിരുദ്ധമായ പലതും ഒഴിവാക്കാൻ അവരൊറ്റ പരിഭാഷ മതിയായിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങനെ പരിഭാഷപ്പെടുത്തി തരാൻ നമുക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്ത ഹൈന്ദവ സഹോദരങ്ങൾക്ക് പറ്റാതെ പോയി. വൈദ്യനാഥ് അയ്യർക്കും ചാത്തുമ്മനൊന്നും ഇതിന് ശരിയായ റൂട്ട് അറിയാൻ വയ്യാത്തതുകൊണ്ട് അവർക്ക് കിട്ടിയ ഇതനുസരിച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് പരിഭാഷ കറക്റ്റ് ആകണം നിർബന്ധമൊന്നുമില്ല. അത് ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കില്ല ശരിയായ ആള് പറഞ്ഞത്. ദിസ് ക്വൈറ്റ് നാച്ചുറൽ. പണ്ട് സാഹിത്യ പ്രസംഗിച്ചപ്പോൾ the word became flesh, വചനം ജഡമായി തീർന്നു എന്നാണ് പറയേണ്ടത്. പക്ഷെ പരിഭാഷപ്പെടുത്തിയ ആള് പറഞ്ഞത് the word became flesh. പുള്ളി MA ലിറ്ററേച്ചറുകാരനാണ്. അദ്ദേഹം പറഞ്ഞത് യാതൊരു തെറ്റുമില്ല, വാക്ക് ദശയായി മാറി. കറക്റ്റ് അല്ലേ? the word, ഓക്കെ, വാക്കാണ്. became flesh, ദശയായി എന്ന് പറഞ്ഞതിനകത്ത് മാംസമായി എന്ന് പറഞ്ഞാൽ തെറ്റിരിക്കുന്നത്. പക്ഷെ അതല്ലല്ലോ വേദോസം ഉദ്ദേശിച്ചത്. the word became flesh എന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീർന്നാണ് വരേണ്ടത് അല്ലേ? പക്ഷെ MA ലിറ്ററേച്ചർ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നതല്ല. അതിപ്പോ ആർക്കല്ല, എനിക്കും പറ്റിയിട്ടുണ്ട്. ഞാനൊരു സാഹിബിന്റെ പരിഭാഷപ്പെടുത്തിയപ്പോൾ ഒരു ഇന്റർനാഷണൽ മിസ്റ്റേക്ക്. ഇത് മീഡിയക്കകത്ത് കേൾക്കും, പലരും അറിയുന്നുള്ളത് കൊണ്ട് പറയാതിരിക്കുന്നല്ല. എന്നാലും ഞാനിങ്ങ് പറയാം. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു സാഹിബിന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹമാണ് എനിക്ക് ശ്വാസം വിടാൻ ടൈം തരുന്നില്ല. ഇങ്ങനെ 100 മൈൽ സ്പീഡിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പോകുന്നു. അപ്പം ഭയങ്കര ഒരു റിവൈവൽ പ്രീച്ചറാ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആ വാക്ക് മറന്നുപോയി. അതൊരു എന്താ പറയാ, the day will come. the day will come. the day will come എന്നാ പറഞ്ഞ പുള്ളി ഫാസ്റ്റ് the day will come എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ കേട്ടത് the day will come എന്നാ. സംഗതി പോയി പോക്ക് കണ്ടോ? the day will come എന്ന് എത്ര ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ കേട്ടത് the day will come. അപ്പൊ ഞാൻ അതനുസരിച്ച് പരിഭാഷപ്പെടുത്തി പോയി.
ദ ഡെവിൾ കം. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ ആ മഹാദിവസം വരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത സെന്റൻസുമായിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞ പാട്ട് ഒക്കുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായ സംഗതി പാളി എന്നുള്ളത്. കേൾക്കുന്നവരെല്ലാം വിവരവും വിദ്യാഭ്യാസം ഉള്ളവരല്ല, അവർക്കും കാര്യം പിടികിട്ടി എനിക്ക് തെറ്റിയെന്നുള്ളത്. ഈ സ്പീഡ് കൊണ്ട് സംഭവിക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞത്. പിന്നീട് ഞാൻ അത് കറങ്ങിത്തിരിഞ്ഞ് ഒരു സർക്കസെ കളിച്ച് ഇപ്പുറത്ത് വന്ന് കയറി. എങ്കിൽ പോയി സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞതുപോലെ പരിഭാഷകർക്ക് ചിലപ്പം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. പോട്ടെ, അതിനകത്ത് നമ്മൾ കുറ്റമൊന്നും പറയണ്ട. പക്ഷെ പരിഭാഷപ്പെടുന്നത് ഇങ്ങനെയായിരുന്നു: ആദിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു, ദൈവപുത്രൻ ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവപുത്രൻ ദൈവമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നമുക്ക് മാറി കിട്ടിയ. സ്തോത്രം. ഞാനീ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കൊന്നും ചെയ്യണ്ട. എനിക്ക് ഹീബ്രുവിന്റെ അക്ഷരങ്ങൾ ഏറെക്കുറെ അറിയാമെന്നല്ലാതെ കണ്ട് എബ്രായ ഭാഷയ്ക്കകത്ത് അത്ര വലിയ പ്രാവീണ്യമുള്ള ആളൊന്നും അല്ല ഞാൻ. നിങ്ങൾ കഴിയുമെങ്കിൽ എബ്രായ ഭാഷ നല്ല അറിവുള്ളവരോടോ അല്ലെങ്കിൽ ഹീബ്രു ബൈബിൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒന്ന് കൈവശമാക്കാൻ പറ്റിയാൽ ഒന്ന് വായിച്ചു നോക്കുകയൊക്കെ ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ് ശരിയാണോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത്, യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറഞ്ഞ ആ വിഷയം മറ്റു സുവിശേഷന്മാരും പറഞ്ഞിട്ടില്ല. 1-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിൽ 3-ാം നാൾ ഗലീല കാനായിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു. യോഹന്നാന്റെ ആ സുവിശേഷത്തിൽ അല്ലാതെ വേറൊരു പുസ്തകത്തിലും കാണുന്നില്ലല്ലോ. 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവും നീക്കോദിമസും സംഭാഷണമാണ്. അത് ഈ യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശമര്യസ്ഥലുള്ള സംഭാഷണം. അത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓരോന്നും നോക്കിക്കേ. 5-ാം അധ്യായത്തിൽ 38 വർഷമായി കുളക്കര കിടന്ന മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 7-ാം അധ്യായത്തിൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നില്ല, എൻ്റെ അടുത്ത് ഒന്ന് കുടിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കൂ. ഈ 21 അധ്യായത്തിലും അങ്ങനെ മറ്റ് സുവിശേഷന്മാരും പറയാത്ത വ്യത്യസ്തമായ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു എഴുത്താണ് യോഹന്നാന്റെ സുവിശേഷം. മറ്റു സുവിശേഷകന്മാരിന് വ്യത്യസ്തമായി 4-ാം അധ്യായത്തിൽ യോഹന്നാൻ വന്നപ്പോൾ ശരിയായ ആരാധനയുടെ കറക്റ്റ് ഡോക്ട്രിൻ തരാൻ യേശു ക്രിസ്തു ശമര്യസ്ഥിതി തമ്മിലുള്ള സംഭാഷണം വളരെ നമുക്ക് സഹായകമാണ്. നമുക്കറിയാം, കർത്താവ് യഹൂദ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്ര ചെയ്യാൻ ശമരിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ശമരിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നു എന്ന് നമ്മൾ വാക്യം കാണും. അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ ഒരിക്കലും അത് ആവർത്തിക്കുന്നില്ല. ഈ ശമര്യർ ആരാണെന്നും അവരെങ്ങനെ ഉണ്ടായതാണെന്നും എങ്ങനെയാണ് ഈ ഒരു ജാതി ഫോം ചെയ്തെന്നും അവരെവിടെ ഉടലെടുത്തതെന്നും എന്താണ് അതിന് പിന്നെ കാരണങ്ങൾ എന്നൊക്കെ ഞാൻ വളരെ വിശദമായി മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ശമര്യരുമായിട്ട് യഹൂദർക്ക് സമ്പർക്കമില്ലാതിരിക്കാൻ കാരണം എന്താണ്, അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. കർത്താവ് ഏതായാലും ശമരിൽ കൂടെ കടന്നുകൊണ്ടിട്ട് വന്നെന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ഒരു വിധത്തിലുള്ള സമ്പർക്കമില്ലാത്ത ശമരിലൂടെ വന്നു. കർത്താവ് ഇവളെ അന്വേഷിച്ച് തന്നെ വന്നത്, യാതൊരു സംശയമില്ല. നിങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് രസം തോന്നിയൊരു കാര്യം ഞാൻ പറയവേ. 8-ാം വാക്യമേ, 7-ാമത്തെ വാക്യം ഞാൻ വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് പിടി കിട്ടും. ഒരു ശമസ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. 8-ാം വാക്യം, അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. അതെന്തിനാ ആ വാക്യം അവിടെ ഇടയ്ക്ക് കയറി പറഞ്ഞേ? 7-ാം വാക്യത്തിൽ ശമസ്ത്രീ വെള്ളം കോരാൻ വന്നു, കുടിക്കാൻ ചോദിച്ചു. കുടിക്കാൻ തരാമെങ്കിൽ തരാന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി. 8-ാം വാക്യത്തിൽ ശിഷ്യന്മാർ തന്നെ ഭക്ഷണ സാധനങ്ങൾക്കുള്ള പട്ടണത്തിൽ പോയെന്ന് പറയാൻ കാരണം ഞാൻ ചോദിക്കട്ടെ, ഇവർ എത്ര പേരുണ്ട് മൊത്തം? ശിഷ്യന്മാർ മൊത്തം വന്നാലും കർത്താവിനെ കൂടെ ചേർത്ത് മൊത്തം 13 പേരല്ലേ? 13 പേർക്ക് ഭക്ഷണം വാങ്ങിക്കാൻ 12 പേരും പോണോ? നാടൻ ഭാഷ ഞാൻ നിങ്ങൾ പറയാം. 13 ഊണ് വാങ്ങിക്കാൻ 12 പേര് പോണോ? നിങ്ങൾ ആലോചിച്ചത് പറ. കർത്താവ് ഉൾപ്പെടെ 13 പേർക്കുള്ള ഭക്ഷണം വാങ്ങിക്കണം. 13 ഊണ് പാഴ്സൽ വാങ്ങിക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് ഞാനങ്ങ് പറയാം. 13 ഊണ് പാഴ്സൽ വാങ്ങിക്കാണ്ട് പോവാ. 12 പേരും പോണോന്നാ എന്റെ ചോദ്യം. വേണ്ടല്ലോ. പോവാണെങ്കിൽ എത്ര പേര് പോയാൽ മതി?
മാക്സിമം 2 പേര്, ഇനി അല്ലെങ്കിൽ 3 പേര്. 3 പേരാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ടിരിക്കട്ടെ. ഒരാൾ 4 വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലേ? അനായാസം. ഈ 12 പേരും പോയതിന്റെ കാര്യം എന്തറിയാമോ? ജംഗ്ഷനിൽ വന്നപ്പോ കർത്താവ് ലെഫ്റ്റ് തിരിഞ്ഞു. അത് ശമരോട്ടുള്ള വഴിയാണ്. ഒരിക്കലും സമ്പർക്കമില്ലാത്ത ഒരു ജാതിയാണ് അവിടെ താമസിക്കുന്നത്. ഇവരെല്ലാവരും പറഞ്ഞു, കർത്താവ് ഉച്ചയാവുന്നല്ലോ, ഭക്ഷണം വേണ്ടേ, ഞങ്ങൾ പോയി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ എല്ലാം കൂടെ അങ്ങ് പോയി. കാര്യം എന്നറിയാമോ? ഭക്ഷണം വാങ്ങിക്കാനുള്ള ആവേശം കൊണ്ടല്ല, ശമരോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് പോകണമെങ്കിൽ പൊക്കോ, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് എല്ലാം കൂടെ ഭക്ഷണത്തിന്റെ പേരും പറഞ്ഞൊരു പോക്കങ്ങ് പോയതാ. അല്ല 12 പേർക്കൂടെ ഫുഡ് വാങ്ങിക്കാം, 12 പേരും പോവാന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കുന്ന കാര്യമാണ്. നമ്മൾ അത്രമേൽ നീചമായിട്ടും നികഷ്ടമായിട്ടും ആ അടുക്കാൻ ഒട്ടും മനസ്സുമില്ലാത്തൊരു ജാതിയായിരുന്നു ആര്? ഈ ശമര്യര്. നമ്മുടെ വിഷയം അതല്ലല്ലോ. അങ്ങനെ പറഞ്ഞു വന്നാൽ ഇത് ഒക്കും. അതുകൊണ്ടാണ് അത്രയൊന്ന് അല്പം ഒന്ന് ആ ഭാഗത്തും തൊട്ടുപോയത്. വെള്ളം കോരാൻ വന്ന സ്ത്രീയോട് കർത്താവിന്റെ സംഭാഷണം, അവളെ ആകപ്പാടെ സ്കാൻ ചെയ്തു, കാര്യങ്ങളൊക്കെ വ്യക്തമായി. അവിടെ ലൈഫ് ഹിസ്റ്ററി കംപ്ലീറ്റ് പറഞ്ഞു അല്ലേ? എല്ലാം കേട്ടു. എല്ലാം കേട്ടത് കൊണ്ടാണല്ലോ അവള് പറഞ്ഞു, ഞാനൊരു മനുഷ്യനെ കണ്ടു, ഒരു പ്രവാചകനെ കണ്ടു, എന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യം അവൻ എന്നോട് പറഞ്ഞു. അവനൊരു പക്ഷെ മശിക ആയിരിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. തീർത്ത് പറഞ്ഞില്ലേ? യെസ്. ഞാൻ മടങ്ങി വരുന്നു. കർത്താവ് ഈ കാര്യം, കുടിക്കാൻ വെള്ളം ചോദിച്ചു, വീട്ടുകാര്യങ്ങൾ സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇവള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം ആ മലയിൽ ആരാധിച്ചു, ഈ മലയിൽ ആരാധിച്ചു. അതിന്റെ മറുപടിയായിട്ട് കർത്താവ് പറയാം, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, പിന്നെയോ 23 വാക്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. 22 നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു, രക്ഷ യഹൂദന്മാരുടെ നല്ലോ വരുന്നത്. എന്നിട്ട് 21 വാക്യം പറയാണ്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ തന്നെ വന്നുമിരിക്കുന്നു. സത്യ നമസ്കാരികൾ, the true worshippers must worship the Lord in spirit and in truth എന്ന് പറയുമ്പോൾ സത്യ നമസ്കാരികൾ എന്ന് പറയാൻ കാര്യം എന്താ? ട്രൂ വർഷിപ്പേഴ്സ് എന്ന് പറയാൻ കാരണം ഫാൾസ് വർഷിപ്പേഴ്സ് ഉണ്ട്, അത് തന്നെ. ദാറ്റ്സ് ഓൾ. സത്യ നമസ്കാരികൾ ഇങ്ങനെ ആരാധിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. പറഞ്ഞാൽ പിതാവ് ഇച്ഛിക്കുന്ന, പിതാവ് ആഗ്രഹിക്കുന്ന ആരാധന ഇന്ന വിധമായിരിക്കണമെന്ന് പറയുന്നു. സത്യ നമസ്കാരികളാണെങ്കിൽ ഇനി പറയുന്നത് പോലെ വേണം ആരാധിക്കാൻ. ബട്ട് ഫോർ ദ ഫാൾസ് വർഷിപ്പേഴ്സ്, അവർക്ക് എങ്ങനെ വേണേലും ആരാധിക്കാം, എങ്ങനെ വേണേലും പോകാം, ഏത് സ്റ്റൈൽ ഉപയോഗിക്കാം, ഏത് പാട്ടും പാടാം, എങ്ങനെ വേണേലും ആകാം. എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങ് സങ്കടം തോന്നാറുണ്ട്. നമ്മുടെയൊക്കെ ചില സഭായങ്ങളുടെ പാട്ടിന്റെ സെലക്ഷൻ പോലും ഈ ആദ്യം പാടേണ്ട പാട്ടാണോ, അല്ലെങ്കിൽ അവസാനം പാടേണ്ട പാട്ടാണോ, അതല്ല ഇടയ്ക്ക് പാടുന്ന പാട്ടാണോ, ഇതൊന്നും ഒരു ഐഡിയ, ഒരു അറിവും ഇല്ലാതെ കിട്ടി ഏത് പാട്ടും ആദ്യം തന്നെ കയറിയൊക്കെ പാടി എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ പാട്ട് പാടിക്കൊണ്ടാണോ സഭായം തുടങ്ങേണ്ടത്? നോ, ഒരിക്കലും ചെയ്യരുത്. സ്തോത്രഗീതം വേണം ആദ്യം പാടാൻ, രണ്ടാമത്തെ താങ്ക്സ് ഗിവിംഗ്. മനസ്സിലായല്ലോ? അങ്ങനെയൊക്കെ എന്റെ ഓർഡർ. ഏറ്റവും ഒടുവിൽ പ്രത്യാശ ഗീതം ഏതെങ്കിലും പാടണം? ഇത് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒന്നുമില്ലല്ലോ. ഇപ്പം എന്നാ പറയാനാ, എന്നാ ചെയ്യാനാ? പഴയ നോക്കിയാൽ ഞാൻ മറന്നുപോയി, പോട്ടെ. തല്ലിപ്പൊളിയായിരുന്നു. ഇപ്പോഴും അതെ. ഇപ്പൊ വേണ്ട മെച്ചമുണ്ടോ? പോട്ടെ. അതൊക്കെ പറയുമ്പം പതുക്കെ പതുക്കെ എന്റെ ടൂൺ മാറി വരുകൊണ്ട് ഞാൻ അങ്ങ് വിടുക. ആരുമായിട്ടാ, ആരോടാ, ആർക്കത് അർപ്പിക്കുന്നത്, എങ്ങനെയാണ് അർപ്പിക്കുന്നത്?
യാതൊരു ബോധവും ഇല്ലാതെ എങ്ങനെ വേണേലും ആകാം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ആത്മീയ കൂടിവരകളും അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ പോകുന്ന കാണുമ്പോൾ സങ്കടം തോന്നുക. പണ്ട് അങ്ങനെയല്ല. വാഴ്ത്തുന്നേ യേശുരാജനെ, സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ യേശുരാജനെ. എന്റെ ആദ്യത്തെ സ്റ്റാൻസ് എൻ പാപം പേറി വൻ ക്രൂശിലേറി എൻ ശാപം തീർത്തു നീ, നിൻ ശാപം മൃത്യുവാൻ എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ദൈവ സ്നേഹദീപമേ. എത്ര മനോഹരമായ പാട്ടാ. സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം. വാഴ്ത്തുന്നേ യേശുരാജനെ, സർവകാലവും. കണ്ടോ, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മുട്ടലിരുന്ന് കൈയടിച്ച് പാടുക. പരിശോധനകളെ ധരണം ചെയ്ത അക്കരെ പരിശുദ്ധ നന്ദികെ പരിചോട് ചേരുവാൻ ശുദ്ധമാക്ക രക്തത്താൽ എന്നെ, ശുദ്ധ രക്തത്താൽ എന്നെ സിദ്ധനാക്ക. ആ പാട്ടിന്റെ ഒക്കെ വെയിറ്റ് ഉണ്ടല്ലോ. ഒരു 5 ക്രൈം ഒന്ന് ഒരുമിച്ച് പൊക്കിയാലും പൊങ്ങുകയല്ല, അത്ര വെയിറ്റ് ആ പാട്ടിനൊക്കെ. അതാണ് ആ പാട്ടിന്റെ ഗുണം. നിങ്ങൾ ആ പഴയ പാട്ടിന്റെ ഒക്കെ ആ എഴുത്തും ശൈലി, അതൊക്കെ ഏറ്റവും അത്ഭുതം. ആ പാട്ട് എഴുതിയവരൊക്കെ 3ാം ക്ലാസ് 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. പലരും വിദ്യാഭ്യാസമുള്ളവരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും ഞാൻ ആ കാറ്റഗറി പെടുത്തുകയല്ല. പക്ഷേ ഭൗതികമായ വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പാട്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പാട്ടിന് കൃത്യം 4ാം ക്ലാസ് വരെ പഠിച്ചാൽ എഴുതിയ പാട്ടാണ്. എൻ പ്രിയനെ ഇപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ആ മനുഷ്യന്റെ വിദ്യാഭ്യാസം 4ാം ക്ലാസ് വരെ എഴുതിയ വരികളുടെ ആ ഈടുറ്റ ശൈലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ, സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകെ അത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. കണ്ടോ, അതൊക്കെ എന്നെ പാട്ട്. എന്റെ പ്രിയറി സേസ് മാത്യു എന്ന സെറ്റനായ ഒരു ദേവദാസൻ എഴുതിയത്. പ്രൈസ് ദി ലോർഡ്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നറിയാമോ, സത്യ നമസ്കാരികളാകുന്നു എങ്കിൽ that should be true worship. അതൊരു സത്യാരാധന ആയിരിക്കണം. False worshippers, they can do whatever they wanted to do. Let them do it. അവർക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അവരതൊക്കെ ചെയ്യും. ഡാൻസ് കളിക്കുവോ, ബഹളം വെക്കുവോ, ചിരിക്കുവോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരാധനയല്ല. ട്രൂ വർഷിപ്പർ, സത്യ നമസ്കാരികൾ, പിതാവ് ഇച്ഛിക്കുന്നത് ഇങ്ങനെയാ. അപ്പൊ നമുക്ക് നമ്മുടെ ഇച്ഛ പോലെ കൊണ്ടുപോകാം, ഞാൻ അതിനൊന്നും പറയുന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇച്ഛ. പക്ഷെ വേദപുസ്തകം പിതാവ് ഇച്ഛിക്കുന്നു, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഞാൻ എഴുതല്ല, 24ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുക. അപ്പൊ ഒരു കാര്യം പിടികിട്ടി, പിതാവ് ഇച്ഛിക്കുന്ന ഒരു ആരാധനയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇച്ഛിക്കുന്നതല്ല, പിതാവ് ഇച്ഛിക്കുന്ന ഒരു ആരാധന, അതിന്റെ പാറ്റേണും നമ്മൾ അറിയാതെ പോകരുത്. നമ്മൾ പദം കണ്ടല്ലോ, എങ്ങനെയാ വീണ് നമസ്കരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ശമര്യസ്ഥരോട് പറയുമ്പോൾ കർത്താവ് പറയാണ്, സത്യ നമസ്കാരികളാണെങ്കിൽ അതിങ്ങനെയായിരിക്കണം, സത്യത്തിലും ആത്മാവിലും. The true worshipper should worship the Lord in spirit and in truth. ഹീബ്രു ടെർമിനോളജിയിൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്നാണ് അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ?
എബ്രായ പദത്തിൽ സ്പിരിറ്റ് എന്ന മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ആത്മാവ് എന്ന അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് ഹാർട്ട് റിലമാണ് ഉദ്ദേശിച്ച ഹൃദയം എന്നുള്ള അർത്ഥത്തില്ല, പരിശുദ്ധാത്മ എന്ന അർത്ഥത്തിലല്ല, ഹാർട്ട് എന്നുള്ള അർത്ഥത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ, ഓക്കെ. അപ്പോൾ വീണ് നമസ്കരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ന്യായമായ സംശയം തോന്നും, പാസ്റ്റർ ഇത് പറയാനൊക്കെ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ സാറ് സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ ഇങ്ങനൊന്നും ആരും ആരാധിച്ചിട്ടില്ല, ആരാധിക്കാൻ പോണു. അങ്ങനെ ആരാധിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? അങ്ങനത്തെ ആരാധന വല്ല എവിടെ നടന്നിട്ട് നിങ്ങൾക്ക് പുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്നേ, വെളിപ്പാട് പുസ്തകം എടുക്ക്, സമയം കിട്ടുമ്പോൾ 4-5 അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. 24 മൂപ്പന്മാർ, 12 ഗോത്രത്തലവന്മാരുടെയും 12 അപ്പോസ്തലന്മാരെ റെപ്രസെന്റേറ്റീവ് ആയിട്ടിരിക്കുന്ന 24 മൂപ്പന്മാർ കണ്ടോ? തലയിൽ വലിയ കിരീടമൊക്കെ വെച്ച് കണ്ടോ, സിംഹാസനിരിക്കുന്നവനെ നോക്കി നിൽക്കുമ്പോ അവിടെ നമുക്ക് ശരിയായ വർഷിപ്പ് കാണാം. ആദ്യം അവർ തങ്ങളുടെ തലയിലെ കിരീടങ്ങൾ എടുത്തു മാറ്റി വെച്ചു. അത് താഴെ വെച്ചു. ആരുടെ? സിംഹാസനിരിക്കുന്നവന്റെ കാൽച്ചൂട്ടിൽ അത് വെച്ചു. എന്നിട്ട് വീണ് അവനെ നമസ്കരിച്ചു. അങ്ങനെ നിങ്ങൾ വായിക്കുന്നുണ്ടോ? നോക്കിയേക്കല്ലേ. അങ്ങനത്തെ ഒരു ആരാധന നമ്മൾ ഇതുവരെ കാണാത്തോട് ചിലപ്പോൾ ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വം ബഹുമാന സ്തോത്രം കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കണ്ടോ? അവരിയ്ക്കുന്ന സ്വർഗത്തിലായിരുന്നിട്ടും കൂടെ സിംഹാസനം ഇരിക്കുന്നതിന്റെ മുമ്പിലൊക്കെ ചെന്ന് നിൽക്കുന്നെങ്കിൽ അവരാരും നോർമൽ പാർട്ടികളൊന്നും അല്ലല്ലോ. എന്നിട്ട് പോലും അവർ വീണു. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. എന്റെ പൊന്നെ, എവിടാന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തൊന്നുമില്ല. ഞങ്ങളുടെ കർത്തൃമേശയ്ക്ക് പോലും ഒരു ലോക്കൽ പാസ് ലെവൽ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കർത്തൃമേശ സമയത്ത് പോലും കാലുമേ കാലും വെച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. പാസ്റ്റർമാരുടെ കാര്യമാണ് പറഞ്ഞു, വിശ്വാസികളുടെ കാര്യമല്ല. കാലുമേ കാലും വെച്ചുകൊണ്ട് വെള്ളപ്പാന്റെ വെള്ള ഞാട്ടിരിക്കുമ്പോൾ തന്നെ ജുബായും ഒക്കെയാണ്. പക്ഷേ ദേവദാസന് അപ്പം വീഞ്ഞും കൊണ്ടൊക്കെ വന്നപ്പോ കാലുമേ കാലും വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ എടുത്തു ഇട്ടു. വീഞ്ഞു കൊണ്ടുവന്നപ്പോഴാ പോലെ എടുത്തു. ആരാധനയ്ക്ക് ഇരിക്കുക. സ്വോത്രം. സുശേഷമല്ലാട്ട് 4-5 വർഷമായി അതിന്റെ കനമായി കാണിക്കുന്നു. നോക്ക്, 12 ഗോത്ര പിതാക്കന്മാരുടെ റെപ്രസെന്റേറ്റീവ്സും 12 അപ്പോസ്തലന്മാർ റെപ്രസെന്റേറ്റീവ്സുമായിരിക്കുന്ന 24 പേരും ചെയ്ത കണ്ടോ? സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പാകെ 4 ജീവികളും അവന് മഹത്വം കൊടുക്കുമ്പോൾ 24 മൂപ്പന്മാരും തങ്ങളുടെ തലമുറ കിരീടങ്ങളെടുത്ത് താഴെ വെച്ചിട്ട് വീണവനെ നമസ്കരിച്ചു. സിംഹാസനം ഇരിക്കുന്നവനെ വീണ്ടും നമസ്കരിക്കുക. ഇതിന്റെ പേരാണ് ആരാധന. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അത് ഹോളിനകത്ത് മാത്രം നടക്കേണ്ടതല്ലെന്ന് ഞാൻ ഈ പറഞ്ഞേ. 24/7 നടക്കേണ്ട കാര്യമാണ്. 10 മിനിറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയാൽ കാൽക്ക വീഴണം. പറ്റുവോ? സ്തോത്രം. ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ തലയിലെ കിരീടം എല്ലാം എടുത്ത് കളയണം. നമ്മുടെ സകല ഹെഡ് വെയിറ്റും കളയണം. നമ്മൾ ഏതാണ്ടാണെന്നുള്ള ചിന്ത കളയണം. സ്തോത്രം. ദൈവം നമുക്ക് കൊണ്ട് ചെയ്ത ഉപകാരങ്ങളൊക്കെ വളരെ എന്താ പറയാ താഴ്മയോടെ നിങ്ങൾ ഓർക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിയ ജിജി പാസ്റ്റർ കാര്യം ഓർപ്പിച്ചിരുന്നല്ലോ. തനിക്കുണ്ടായ വലിയ ആക്സിഡന്റിൽ
ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് താൻ മാസ്ക് ഒക്കെ വെച്ചോണ്ടായിരുന്നേ, മുഖത്ത് മാത്രം. നിങ്ങൾക്ക് പെട്ടെന്ന് കാണുന്നില്ല, 28 സ്റ്റിച്ച് ഉണ്ട് മുഖത്ത് മാത്രം. ഇപ്പോൾ 28 സ്റ്റിച്ച്. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ആളിന്ന് ഈ ഭൂമുഖത്ത് കാണില്ലായിരുന്നു. ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ തമ്പുരാന്റെ ദൂതന്മാർ ഇറങ്ങി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ക്ലാസ് ലീഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. നമുക്ക് ഓർക്കാൻ ഒന്നുമില്ലല്ലേ? സ്തോത്രം. നമുക്ക് ഓർക്കാൻ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞ എനിക്കൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള. നോ, നോക്ക്, ഈ 24 മൂപ്പന്മാരും വീണ് നമസ്കരിച്ചല്ലോ. സ്തോത്രം. അവിടെ കൊണ്ട് തീർന്നില്ല. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മൾ സത്യ നമസ്കാര ആരാധന നമ്മൾ കണ്ടല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞു, സത്യ നമസ്കാരം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആരാധന നടക്കുന്നുണ്ട്. ട്രൂ വർഷിപ്പും ഉണ്ട്, ഫോൾസ് വർഷിപ്പും ഉണ്ട്. നമ്മളിൽ ഏതാ ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ? നമ്മുടെ ട്രൂ വർഷിപ്പാണോ ഫോൾസ് വർഷിപ്പാണോ? ഒന്നുകൂടെ പറഞ്ഞാൽ, പിതാവിച്ഛിക്കുന്ന ഒരു ആരാധനയാണോ നമ്മുടേത്? അതാണ് വിഷയം. സ്വർഗീയ പിതാവിച്ഛിക്കുന്ന ആരാധനയാണെന്നുണ്ടെങ്കിൽ വീണ് നമസ്കരിക്കണം. നമ്മുടെ തലമേലുള്ളതെല്ലാം എടുത്ത് താഴെ വെച്ചിട്ട് വീണ് അവനെ നമസ്കരിക്കണം. അതാണ് പിതാവിച്ഛിക്കുന്ന ആരാധന. അത് നടക്കേണ്ട റലം, മേഖല, ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അത് നടക്കണം. നമ്മളിങ്ങനെ എന്താതിശയമേന്ന് പാടുമ്പോഴും ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? ഇല്ലേ? സ്വർഗനാട്ടിലൻ ആ പാട്ട് പാടുന്ന സമയത്തും വെളിയിൽ വന്ന് വണ്ടി ഏതാണ്, വണ്ടി ഇറങ്ങുന്ന ആരൊക്കെയാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ട. ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്. നടക്കേണ്ടത് കയ്യിലല്ല, ഹൃദയത്തിൽ നടക്കണം. മനസ്സിലായോ? സ്തോത്രം. ഇത് ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടർ ആണ്. ഞാൻ ഓർപ്പിച്ചില്ലേ? അബ്രഹാമിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ആരാധനയ്ക്ക് ചെന്നപ്പോ നമ്മൾ ചോദിച്ചില്ലേ അബ്രഹാം അപ്പച്ചനോട്, അപ്പച്ച എന്തോ സംഭവം? എന്നാൽ അപ്പച്ചൻ നമുക്കെന്താ മറുപടി? എന്താ? എന്നോട് ഇവിടെ ഇങ്ങോട്ട് വരാൻ ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തെ കാണാനാ ഞാൻ വന്നത്. സോറി, മനസ്സിലാവുന്നുണ്ടോ? എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തെ കാണാനാണ് ഞാൻ വന്നത്. എന്നോട് പറഞ്ഞു, മോനെ കൊണ്ട് വരണം, ഇവിടെ വന്ന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. I want to meet with him. അദ്ദേഹത്തെ എനിക്ക് കാണണം, അതിനാ വന്ന്. അതിന്റെ പേരാണ് ആരാധന. അതാണ് സമആഗമന കൂടാരം എന്നൊക്കെ ഈ പറയുന്നത്. സമആഗമന കൂടാരം, രണ്ടുപേരും തമ്മിൽ സമാഗമം ചെയ്യുന്ന ഇടം, ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഇടം, അതിന്റെ പേരാണ് സമാഗമന കൂടാരം. ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നുപോയ മനുഷ്യനെ തേടി ഇറങ്ങി വന്ന ദൈവവും ദൈവത്തോട് അടുക്കുന്ന മനുഷ്യൻ തമ്മിൽ മീറ്റ് ചെയ്യുന്ന മീറ്റിംഗ് പ്ലേസ്, ദി ടെന്റ് ഓഫ് ടാബർനാക്കിൾ. സ്തോത്രം. സമയം കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചിന്തിക്കാം. അതൊക്കെ ഒരു ഭയങ്കര ഓൾഡ് സബ്ജക്റ്റ്, ഒരു ആർക്കും വേണ്ടാത്ത സബ്ജക്റ്റ്, ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റിനെ കാണാൻ എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളാണ് അതൊക്കെ. ഞാൻ അല്പം സമാധാനത്തിലൊക്കെ താല്പര്യമുള്ള ആളാണ്. സ്തോത്രം. അത് ഈ പലർക്കും അറിയാം. എനിക്ക് ഇഷ്ടമുള്ള പുസ്തകം ലേവ്യ പുസ്തകം, പുറപ്പാട് പുസ്തകം, സമാഗമന കൂടാരം, ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. ഈ പണ്ട് മൂലം പ്രായമുള്ള അപ്പച്ചന്മാരോ നടന്നുകൊണ്ടായിരിക്കാം. ഓക്കെ. പഠന വിഷയങ്ങൾ കൂടുതൽ ലേഖനങ്ങളാണ്. പക്ഷെ അപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള വിഷയത്തിൽ അതിനേക്കാൾ ഏറിയ താല്പര്യമുണ്ട്. പലരും ഇതിനൊക്കെ വെറും ഈസി ആയിട്ട് കാണുമ്പോൾ, പുറപ്പാട് പുസ്തകം നിങ്ങളത് വായിച്ചു നോക്കണം. 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെയുള്ള 16 അധ്യായങ്ങൾ ഒറ്റ വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്നു. ഒറ്റ വിഷയം മാത്രം, സമാഗമന കൂടാരം. കണ്ടോ? അങ്ങനെ തുടർമാനമായി, ശ്രദ്ധിക്കണം, തുടർമാനമായി ഒരൊറ്റ വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്ന ഏക പോർഷൻ പുറപ്പാട് 25 മുതൽ 40 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു വിഷയത്തിൽ
ഒരൊറ്റ ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം പല വിഷയങ്ങളും കയറി ഇറങ്ങി പോകുന്നതല്ലേ. ഇതൊരൊറ്റ സംഗതിയെ മാത്രം ബേസ് ചെയ്താണ് ആ 16 അധ്യായങ്ങളും വിശദമാക്കുന്നത്. 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങൾ മൊത്തം നിങ്ങൾ നോക്കൂ. എത്ര ശ്രേഷ്ഠകരമായ സംഗതിയാണെന്നറിയാമോ? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതൊക്കെ അറിഞ്ഞെങ്കിൽ ഈ അഭിഷേക തൈലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ആ അഭിഷേകത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അഭിഷേകം എത്ര എണ്ണമുണ്ട്, ഏത് വിധത്തിൽ ആർക്കാണ് അത് കൊടുക്കുന്നത്, അതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. സ്തോത്രം. അപ്പൊ ആളുകൾ പറഞ്ഞത് അത് പഴയ നിയമത്തില്ല, പുതിയ നിയമത്തിലാണ്, നമുക്ക് മതി, പഴയ നിയമത്തിൽ നമുക്ക് ബന്ധമില്ല. എന്റെ പൊന്നോട്, ഒരു പഴയ നിയമമൊന്നും പുതിയ നിയമം പറഞ്ഞ 2 നിയമങ്ങളില്ല. അത് ആദ്യം മനസ്സിലാക്ക. പഴയ ഉടമ്പടിയും പുതുക്കിയ ഉടമ്പടിയുമേ നമുക്കുള്ളൂ. സ്തോത്രം. പ്രിന്റ് ചെയ്ത് ആരാണ്ട് പഴയ നിയമമൊന്നും പുതിയ നിയമമൊന്നും ചെയ്ത് കയറി നിങ്ങൾ അങ്ങനെ ദയവായി അങ്ങനെ നിങ്ങൾ കണക്കാക്കരുത്. അതല്ല അതിന്റെ ഫാക്ട്. പഴയ ഉടമ്പടിയും പുതുക്കിയ ഉടമ്പടിയും, അതാണ് കറക്റ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ആളുകൾ പറഞ്ഞ് ന്യായപ്രമാണം അത് നീങ്ങിപ്പോയി. 100% ശരി. ന്യായപ്രമാണത്തിൽ ഏത് പോർഷനെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നതെന്ന് റോമാലേഖനം കൊരിന്ത്യലേഖനം മനസ്സിരുത്തി പഠിച്ചു നോക്കണം. മനസ്സിലാകുന്നുണ്ടോ? ന്യായപ്രമാണത്തിൽ ഏത് പോർഷനെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നത്? വെണ്ടക്കാശത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മളൊരു ന്യായപ്രമാണം തീർന്നു, പഴയ നിയമം നമുക്കുള്ളതല്ല, തീർന്നേ. അതുകൊണ്ടല്ലേ ഒരു ഭ്രാന്തം പറഞ്ഞത് 90-ാം സംഘത്തിന് വലിച്ചു കയറി ദൂരെ കളയണം. സ്തോത്രം. ആത്മലോകത്തിന് പ്രസിദ്ധനായ ഒരു അഭിഷിക്തൻ പറഞ്ഞതാ, 90-ാം സംഘത്തിന് വലിച്ചു കയറി ദൂരെ കളയണം, മോശം നമ്മളെ കബളിപ്പിച്ചെന്ന്. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ആയുസ് 70 സംവത്സരം, ഏറെ 80 സംവത്സരം എന്ന് പറഞ്ഞ ആളെ എത്ര വർഷം ജീവിച്ചിരുന്നെന്ന് നമ്മളെ കളിപ്പിക്കുകയല്ലായിരുന്നു. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും പറഞ്ഞ അങ്ങനെയല്ലേ. നമ്മൾ ആൾക്കാരോടൊക്കെ ചോദിക്കാൻ പറഞ്ഞ മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെ 80, അത്രയല്ലേ ഉള്ളൂ. എവിടുന്ന് കിട്ടി ഉപദേശം അത്? മനുഷ്യന്റെ ആയുസ് 70, ഏറെ 80 എവിടുന്ന് കിട്ടിയതാ? നിങ്ങൾ പറയാൻ 90-ാം സംഘത്തിലുണ്ടല്ലോ. ഞാൻ ഇതിനാ പറഞ്ഞത്, നമ്മളൊരു വാക്ക് എടുക്കുമ്പോൾ ആരോട് പറഞ്ഞു, കോണ്ടെക്സ്റ്റ് എന്താണ്, അതറിയാതെ കണ്ട് അതിനെ ഡോക്ടറിനാക്കി മാറ്റരുത്. ചേട്ടനായ അഹരോൻ അച്ചാച്ചൻ മരിച്ചപ്പം അനിയനായ മോശക്കൊണ്ടായ വെപ്രാളത്തിൽ പറഞ്ഞ കാര്യല്ലേ? അത് ഡോക്ടറിനാണോ? മോശ പറയാം, ഞങ്ങളുടെ ആഴ്ച 70 സംവത്സരം, ഏറെ 80 സംവത്സരം, അത് കട്ടവും ദുഃഖവും പ്രയാസവും മാത്രം, അത് വേഗം തീരുക, ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. അത് പറഞ്ഞ മോശ 70 തീർന്നോ, 80 തീർന്നോ, 90 തീർന്നോ, 100-ലും തീർന്നില്ലല്ലോ. നമ്മളും പറയാ 70 പിന്നെ 3-4 വർഷം കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മനുഷ്യന്റെ ആശ 70 മൂത്ത ജ്യേഷ്ഠനായ അഹരോൻ മരിച്ചപ്പോൾ മനപ്രയാസം മോശ പറയുക, ഇത്രയൊക്കെ ഉള്ളേ, പെട്ടെന്ന് തീരുവേ, ആ വെപ്രാത്തി പുള്ളി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അല്ല ഉപദേശമായിട്ട് മനുഷ്യന്റെ ആയുസ് അത്ര ഉള്ളെന്നല്ല പറഞ്ഞേ. നിങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകാതെ. സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമായോ? വീഡിയോ ഓൺ ചെയ്ത ചിലർക്കൊക്കെ മുഖം പെട്ടെന്ന് വാടിയതുപോലെ തോന്നുന്നു. സ്തോത്രം. ഒന്നാമത് ആരും വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഇതോടെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഓഫ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അല്ല, ഞാനൊരു ഫാക്ട് പറഞ്ഞതാ. സ്തോത്രം. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് പോവേ, ഞാൻ അവിടെ അങ്ങ് കട്ട് ചെയ്യണേ, എന്നിട്ട് ഞാൻ മടങ്ങി വരാം. സത്യ നമസ്കാരികൾ എന്ന് പറയുമ്പോൾ തെറ്റായ ഫോൾസ് വർഷിപ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ആരാധന പിതാവായ ദൈവം അംഗീകരിക്കുന്ന, പിതാവ് ഇച്ഛിക്കുന്ന ഒരു ആരാധനയാണോ അല്ലെന്നുള്ള വിഷയം. അയ്യോ, പെട്ടെന്ന് സമയം പോയി. ഞാൻ അതിന്റെ 4 പാടൊന്ന് പിടിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ, ഈ മൊറാലിറ്റിയുടെ ഭാഗം പറഞ്ഞിട്ട്. നമ്മൾ ആരാധന കണ്ടു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞിനി പ്രൈസ് സെക്ഷൻ ആരംഭിക്കുക. അതിപ്പോ ഇനി പറയാൻ നേരമില്ലല്ലോ. കണ്ടോ? ലാംബ് ഓഫ് ഗോഡ്, യു ആർ വർതി. കുഞ്ഞാട്, നീ യോഗ്യൻ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും
ഇടിമുഴക്കമുള്ള ശബ്ദത്തിൽ കേൾക്കുക, കുഞ്ഞാട് നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശങ്ങളുമുള്ള ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. പ്രൈസ് സെക്ഷൻ ആരംഭിക്കുക. ആരാധനയാണ് നമ്മൾ അതിന് മുമ്പ് കണ്ടത്. അത് കഴിഞ്ഞ് പ്രൈസ് സെക്ഷൻ ആരംഭിക്കുന്നു. സ്തോത്രം. ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സ്തുതിയും സ്തോത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് അടുത്ത ക്ലാസ് ഞാൻ ചോദിക്കുമ്പോൾ പറയണം, ഇപ്പൊ പറയണ്ട, സമയം കഴിഞ്ഞതുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്തുതിയും സ്തോത്രവും തമ്മിലുള്ള വ്യത്യാസം അത് രണ്ടും ഒന്നും തന്നെയല്ലേ. നമ്മളങ്ങനെയാണല്ലോ പറയുന്നത്. ദയവായി നമ്മളോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ സണ്ണിച്ചാന് വേണ്ടി സ്തുതിക്കുന്നു എന്ന് പറയരുത്. ജിജി പാസ്റ്റർക്കായി സ്തുതിക്കുന്നു. നോ, അബ്സല്യൂട്ട്ലി റോങ്. ശ്യാംബ്രതനായി സ്തുതിക്കുന്നു പറയല്ലേ. ശ്യാംബ്രതനായി സ്തോത്രം ചെയ്യുന്നു. ഗുഡ്, കറക്റ്റ്. സണ്ണിച്ചാന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. You can do it, you have to do it. You can do it, you have to do it. രണ്ടും നിങ്ങൾ അത്യാവശ്യം ഭാഷ അറിയുന്നവരാണ്. ഞാൻ എനിക്ക് അത്ര അറിയാവുള്ളൂ, അറിയുന്നത്ര ഞാൻ പറഞ്ഞത്, ഇനി ചോദിക്കരുത്. സ്തോത്രം മനസ്സിലായല്ലോ. വിശദമായ കാര്യങ്ങൾ ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ എന്റെ വൈഫിനോട് പറയാറുണ്ട്, ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, എന്നെ നേരെ കൊണ്ടുപോകാൻ പുള്ളിക്കാരി പരമാവധി ശ്രമിക്കാറുണ്ട് പറഞ്ഞ്. കഴിഞ്ഞ ആഴ്ചയിലും പല പ്രാവശ്യം പറഞ്ഞ കാര്യം റിപ്പീറ്റ് ഇട്ടുണ്ട്, മേലെ ആവർത്തിച്ചേക്കരുന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോടെ പേടിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്തുതിയും സ്തോത്രമുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ട് പോരുക. ഞാൻ അതിനാണ് മനസ്സിലാക്കാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞത്. സണ്ണിച്ചാനും വേണ്ടി സ്തുതിക്കുന്നു പറയുന്നത് സണ്ണിച്ചാനായി സ്തോത്രം, ജിജി പാസ്റ്റർക്കായി സ്തുതിക്കുന്നു പറയുന്നത് ജിജി പാസ്റ്റർക്കായി സ്തോത്രം എന്ന് പറയാം. അപ്പൊ പിന്നെ സ്തുതിക്കുന്ന ആർക്കാണെന്നുള്ളത് ഒന്ന് ചിന്തിച്ചോളൂ. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണുന്നവരെയും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ.